ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കുരുക്കുമുറുകുന്നു എന്നതാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവ് എസ്ഐടിക്ക് ലഭിച്ചു. സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷമുള്ള വർഷങ്ങളിലാണ് സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നത്. ഭൂമി ഇടപാടുകൾ നടത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക രേഖകൾ കണ്ടെത്തിയത്. ഹരിമോഹൻ നമുക്കൊപ്പം ചേരുന്നു. ഹരിമോഹൻ, സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിനു ശേഷമുള്ള വർഷങ്ങളിൽ ക്രമാതീതമായി സ്വത്തിലൊരു വർധനയുണ്ടോ? സുജയ, ഇന്നലെ 12 മണിക്കൂറോളമാണ് ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ SIT പരിശോധന നടത്തിയത്. ആ പരിശോധനയ്ക്കൊടുവിൽ ലഭിച്ചിട്ടുള്ള ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ SIT ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയുള്ള തുടർച്ചയായ 3 വർഷങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ആ സാമ്പത്തിക ഇടപാടുകൾ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ 2019 പ്രസിഡന്റായിരുന്ന എ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലാണ്. അതായത് 2019 പാളികൾ ഒന്നിലധികം തവണ കടത്തുന്നു, സ്വർണ്ണ കവർച്ചയുണ്ടാകുന്നു. അതിന്റെ തൊട്ടടുത്ത വർഷങ്ങൾ എന്ന് പറയുമ്പോൾ 2020, 2021, 2022 തുടർച്ചയായ ഈ 3 വർഷങ്ങളിൽ ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു. ആ സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നാലെ ചില ഭൂമി ഇടപാടുകൾ നടത്തുന്നു. ഇവർ ഒരുമിച്ച് ചില വ്യാപാര സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ, അതായത് ലീസിനെടുത്ത് നടത്തുന്നുണ്ട്, ഒപ്പം ചിലത് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തെളിവുകളാണ് പത്മകുമാറിനെതിരെയും പത്മകുമാറിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് എന്നുള്ളതാണ് SITയുടെ നിഗമനം. മാത്രമല്ല SIT ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏകദേശം ഇതേ കാലയളവിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലും വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിട്ടുള്ളത്. ആ കാലയളവിൽ ഏകദേശം 30 കോടിയോളം രൂപയുടെ ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടെന്നുള്ളത് നേരത്തെ SIT കണ്ടെത്തുകയും അത് രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഏറെക്കുറെ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ പാളികൾ, അതിൽ നിന്നുള്ള സ്വർണം എടുത്ത് മാറ്റി സ്വർണ്ണക്കച്ചവടം നടത്തിയാൽ ഉണ്ടാക്കാവുന്നതിനും അപ്പുറം സ്വത്തുവകകളിലെ ഒരു ഉയർച്ച ഈ രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ സ്പോൺസർക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയതിനു ശേഷം എന്നുള്ളത് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഏറെക്കുറെ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇടപാടുകൾ നടത്താനുള്ള പണം, ആ പണത്തിന്റെ സ്രോതസ്സാണ് ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടത്. അതിൽ ഭൂമി ഇടപാടുകൾ നടത്തുന്നതിന്റെ സ്രോതസ് അന്വേഷിക്കണം. മാത്രമല്ല ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭത്തിന് അപ്പുറത്തേക്ക് ഇരുവരും തമ്മിൽ മറ്റിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് SIT ഇപ്പോൾ പരിശോധിക്കുന്നത്. അതായത് സ്വർണ്ണ കവർച്ചയുടെ സാമ്പത്തിക ലാഭം ലഭിച്ചാൽ പോലും ഒരുപക്ഷെ ഇത്രയധികം ഈ ഇടപാടുകൾ നടത്താനുള്ള ഒരു തുക ലഭിക്കാനുള്ള സാധ്യതയില്ല. മാത്രമല്ല അത് പലർക്കും വീതം വെച്ച് പലർക്കും ഇതിന്റെ പങ്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ ഇടപാടുകൾ ഇത്രയധികം, അതായത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, ഭൂമി മറ്റിടപാടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പത്മകുമാർ തന്നെ നേരത്തെ കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് 28 വർഷത്തോളം അവിടെ ഭക്തർ സമർപ്പിക്കുന്ന സ്വർണത്തിന്റെ കാര്യത്തിലടക്കം ഒരു രേഖകളും ഉണ്ടായിരുന്നില്ല, അതൊന്നും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല, ഞാൻ വന്നതിന് ശേഷമാണ് അതെല്ലാം ചെയ്തത് എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നടവരവടക്കമുള്ള കാര്യങ്ങൾ അതുകൂടി SITയുടെ അന്വേഷണ പരിധിയിലേക്ക് വരേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും SIT അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പത്മകുമാറിന്റെ മകന് യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം പൂശാൻ വേണ്ടി ഏൽപ്പിച്ച കാര്യത്തിൽ SIT പരിശോധന നടത്താൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ എല്ലാ ഇടപാടുകളും, അതായത് ദേവസ്വം ബോർഡിൽ നടന്ന എല്ലാ ഇടപാടുകളും പരിശോധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ കാലത്തെ കരാറുകളിൽ വരെ വലിയ രീതിയിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് SIT സംശയിക്കുന്നത്. സന്നിധാനത്തുണ്ടായിട്ടുള്ള നടവരം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടി SIT കടന്നു പരിശോധന നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ടെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. കാരണം ഈ പത്മകുമാറിന്റെ നേരത്തെ പത്മകുമാറിന്റെ PS അടക്കം ചോദ്യം ചെയ്യുന്നു, മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നു. ആ സമയത്തൊക്കെ തന്നെ ഈ പത്മകുമാറും പോറ്റിയും തമ്മിൽ ദേവസ്വം ബോർഡിൽ നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളിലും പങ്കാളികളായിട്ടുണ്ട്. മാത്രമല്ല മറ്റു ഉദ്യോഗസ്ഥർക്ക്, അതായത് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും അവരുടെ ഓഫീസുകളിൽ ഇടപെടാൻ സാധിച്ചില്ല. ഇവരായിരുന്നു നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഫയൽ നീക്കങ്ങളും കരാറുകളും നിയമനങ്ങളും എല്ലാം നടത്തിയിരുന്നത് പത്മകുമാർ നേരിട്ടായിരുന്നു. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇടപെടാനുള്ള അധികാരം പത്മകുമാർ നൽകിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ SITക്ക് മൊഴികളായി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ചില തെളിവുകളടക്കം, രേഖകളടക്കം SITക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ കാലയളവിൽ, അതായത് പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ നടന്നിട്ടുള്ള എല്ലാ ദേവസ്വം ബോർഡിലെയും സന്നിധാനത്തെയും ഒക്കെ തന്നെ എല്ലാ ഇടപാടുകളിലും വലിയ രീതിയിൽ ദുരൂഹതയുണ്ട്. അതൊരു വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും അക്കാലത്ത് ഉണ്ടായിരുന്നു. പത്മകുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്
പത്മകുമാറിന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ അതിന്റെ ഏറെക്കുറെ വിവരങ്ങളൊക്കെ തന്നെ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കേ, ഇനി എന്തായാലും അതിന്റെ ഇതിൽ കൂടുതൽ കൂടുതൽ അന്വേഷണം പരിശോധനകളിലേക്ക് മുന്നോട്ട് കൂടി പോവുകയാണ്. കടക്കേണ്ടതുണ്ട്. പത്മകുമാർ നടത്തിയ ഇടപാടുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ചേർന്ന് നടത്തിയ ഇടപാടുകൾ, അതെല്ലാം അന്വേഷണ പരിധിയിലേക്ക് SIT അതിന്റെ ഓരോന്നിന്റെയും തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ അന്വേഷണ വഴിയിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടറിന്റെ വാർത്താസംഘം.